ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ശരണ്യ. ഞാൻ അയർലൻഡിലാണ് ഉള്ളത്. ഞാൻ വീട്ടിലെങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് കാണിക്കാനാണ് പോകുന്നത്. അപ്പം ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നിൽക്കും. വീട്ടിൽ ബട്ടർ ആണെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഒന്ന് ചെറുതായി ഒന്ന് മെൽറ്റാവുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. പാത്രത്തിൽ അടുക്കി പിടിക്കാതിരിക്കാൻ, ഈ ബട്ടർ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ സൺഫ്ലവർ ഓയിൽ നല്ലതാണ് കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് ഗ്യാസ് കുറച്ച് കൊടുക്കുന്നതല്ല, ഞാനത് കുറച്ചിട്ടില്ല. ഗ്യാസ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അതിനുശേഷം 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, തക്കോലം, ഒരു ചെറിയ പട്ട, അതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിന് ശേഷം ഞാൻ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ എണ്ണയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം അതേ രീതിയിൽ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ക്യാബേജും ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ഇടാനായിട്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നന്നായിട്ടൊന്ന് അതിനകത്ത് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിയുടെയും പച്ചക്കറിയുടെയും അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ മസാല കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അതിന് ശേഷം ഞാനാണെങ്കിൽ അതിൽ ഒരു 3 ഗ്ലാസ് ജീരകശാല അരി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് ഈ അരി ഒന്ന് കഴുകി വെച്ചതായിരുന്നേ. വെള്ളത്തിൽ നേരത്തെ കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കഴുകി വെച്ച അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയായിരിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് ചേർത്തിട്ട്. അതിനുശേഷം ഞാൻ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അരി ഒന്ന് വിട്ട് നിൽക്കാനായിട്ട് അത് നല്ലതാണ്. ഇത് വേറൊരു തരം കുക്കറാണ്, ആമസോൺ ബേസിക്സിൻ്റെ കുക്കറാണ്. സാധാരണ കുക്കറാണെങ്കിൽ ഒരു വിസിൽ മതിയാവും കേട്ടോ. ഇപ്പോൾ പ്രഷർ വന്ന് നിൽക്കുകയാണ്, അതിനാണ് ആ ഒരു റെഡ് ഇത് പൊങ്ങി നിൽക്കുന്നത്. നമ്മൾ പ്രഷർ ലാസ്റ്റ് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കുക്കർ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. പ്രഷർ മൊത്തം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അത്യാവശ്യം ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളതാണ്. പക്ഷേ നമുക്ക് കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ പ്രഷർ 2-ലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റി നല്ല ചോറ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെട്ടെന്നാണ്, എനിക്ക് തോന്നുന്നൊരു 5-10 മിനിറ്റ്സിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.